കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി അവേദ്യമായ ബന്ധമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന എന്റെ പൊന്നു ദൈവമേ, ദാ അപ്പന്റെ മോൻ എത്തിയിട്ടുണ്ട് വീണ്ടും വിഷം വിളമ്പാൻ. ഇതൊന്ന് കണ്ടു നോക്കിക്കേ നിങ്ങൾ. ദേശീയ വന്ദേ മാതരം പാടില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ലായിരുന്നു. പക്ഷേ മിനിങ്ങാന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് പാണക്കാട് പോയി അനുമതി മേടിച്ചിട്ടെങ്കിലും വന്ദേ മാതരം പാടാനുള്ള സാമാന്യ മര്യാദ മുഖ്യമന്ത്രി കാണിക്കുമെന്നുള്ളതാണ്. വാഴയും വെച്ചാൽ മതിയായിരുന്നു. വാ തുറന്നാൽ വർഗീയത പറയാനേ മാത്രമേ ഇവർക്കറിയുള്ളൂ. അങ്ങ് തമിഴ്നാട്ടിലും പാടിയിട്ടില്ല. എന്തേ അങ്ങോട്ട് ചോദിക്കാൻ ചെല്ലാഞ്ഞത്? നട്ടലില്ലേ? അങ്ങോട്ട് ചോദിക്കാൻ ചെന്നാലേ അവര് കാലും കൈയും തല്ലി ഒടിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിടും. വേറൊരു ഡയലോഗ് ഉണ്ട്, അതൊന്ന് കേട്ടെ. ഇന്നലെ ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഓർഡർ എൻ്റെ കിട്ടിയിട്ടില്ല. ഓർഡർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. മണ്ടത്തരം പറയല്ലേന്ന് പറയുന്നില്ല, അതല്ലേ പറയൂ. വന്ദേ മാതരം പാടണം നിർബന്ധമില്ല എന്ന നിലയിൽ എൻ്റെ ഓർഡർ എൻ്റെ കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ഓർഡർ ഒരു ഉദ്യോഗസ്ഥന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ആ ഉദ്യോഗസ്ഥന് പണി കാണില്ല. താൻ പറിക്കും, പഴം പറിക്കും. തെളിവൊന്നുമില്ലാത്ത ഏതോ ശാഖയിൽ നിന്നോ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നോ കിട്ടിയത് വെച്ച് വിളമ്പുകയാണ്. ഇവർക്കിത് മാത്രമേ അറിയുള്ളൂ. പിന്നെ സാറിന്റെ തറവാട്ടിൽ നിന്നല്ല സാലറി കൊടുക്കുന്നത് ഇവിടെയുള്ള ഗവൺമെന്റ് സ്റ്റാഫിന് പണി തെറിപ്പിക്കാൻ. കേട്ടോ ചേട്ടാ? ഇന്ന് ഇതേ സമയത്ത് കേരളത്തിൽ 15,000 കേന്ദ്രങ്ങളിൽ വന്ദേ മാതരം പാടിക്കൊണ്ട് നമ്മുടെ പതാക ഉയർത്തുകയാണ്. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ ദേശസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്ന, അതിനുവേണ്ടി മാത്രം മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതേ പറയാനുള്ളൂ. പക്ഷേ ഇതും കൊണ്ട് ഒന്നും തോറ്റുമടങ്ങുന്നവരല്ല ഭാരതീയ ജനതാ പാർട്ടി. അവിടെ തോറ്റിട്ട് ഞാൻ ഉദ്ദേശിച്ച എന്നെ തന്നെയാ. അതെ. ഇനിയും അപ്പനും മോനും ഇലക്ഷനിൽ നിന്ന് തോക്കാനുള്ളതാണ്. എന്തായാലും പുള്ളിയുടെ ടോട്ടൽ പെർഫോമൻസ് കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാണ്. ശരിക്കും മനസ്സിലായിട്ടില്ല? ഇവിടെ ഈ ലൈഫ് ബോയ് സോപ്പിന്റെ ഒക്കെ പരസ്യത്തില് സോപ്പ് ഒഴിച്ച് കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് 2 കീടാണുക്കൾ മാത്രം ബാക്കി വരില്ലേ? ആ 2 കീടാണുക്കളാണ് ഇരിക്കുന്ന രണ്ടും, ഡിങ്കും മിങ്കും. അതെ. ഇനിയും അപ്പനും മോനും ഇലക്ഷനിൽ നിന്ന് തോക്കാനുള്ളതാണ്. എന്തായാലും പുള്ളിയുടെ ടോട്ടൽ പെർഫോമൻസ് കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാണ്.